വിശ്വാസമാണ്. വളരെ വൈകാതെ അഖിയുടെ തെറ്റിദ്ധാരണയും മാറിക്കോളും. അച്ഛാ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട് അച്ഛാ. അഖിൽ സാറിന്റെ തെറ്റിദ്ധാരണ മാറണം. എനിക്കെന്റെ സത്യം ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ഞാൻ തിരിച്ചു വരൂ. അത്രയ്ക്കങ്ങ് വേണോ മോളെ? വേണം അച്ഛാ. ചെറിയ പ്രശ്നങ്ങൾ പരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. നിന്റെ അഖിയുടെ ജീവിതത്തിൽ ഇടയിൽ കിടന്ന് ഇങ്ങനെ നാടകം കളിക്കുന്ന കുറെ പേർ. അവരെയൊക്കെ നിലയ്ക്ക് നിർത്താനോ കൈകാര്യം ചെയ്യാനോ ആനന്ദവർമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. വരട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കണം. അതിനിടയിൽ മാതാപിതാക്കളുടെ ഇടപെടൽ പാടില്ല. അതുകൊണ്ട് നീ തന്നെ സത്യം തെളിയിച്ച് അവനെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ പ്രശ്നം പരിഹരിക്കുക. ഏതായാലും മോള് ഇക്കാര്യത്തിൽ നിരപരാധി തന്നെയായിരിക്കും. ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ. നിന്റെ തീരുമാനം തന്നെയാ നല്ലത്. പോയിട്ട് വാ മോളെ. അച്ഛാ ഇറങ്ങോ. ആ വാ വാസുട്ടാ. ഓ ദാ ഈ ചായ കുടിച്ചിട്ട് പോ. എപ്പോഴാ രജിസ്ട്രേഷൻ? ഇന്ന് എഴുതിക്കാൻ കൊടുക്കുക. ഞാൻ ചെല്ലണം. മുന്നാധാരങ്ങളെല്ലാം കാണിക്കണം. രജിസ്ട്രേഷൻ നാളെ നടക്കുള്ളൂ അമ്മേ. നടക്കില്ല. നാളെയും രജിസ്ട്രേഷൻ നടക്കില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, രജിസ്ട്രേഷൻ നിങ്ങൾ പോകുന്നതിന് മുൻപ് ഞാൻ ഈ മോന്തായത്തിൽ കെട്ടിത്തൂങ്ങും. പിന്നെ പോലീസ്, പോസ്റ്റ്മോർട്ടം, ആംബുലൻസ് ഇവിടെ ഇങ്ങനെ കിടത്തും. എന്റെ ജയന്തി, നീ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ഒരു പ്രയോജനമില്ല. കാരണം ഇത് വിൽക്കാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല. അത് നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞ. എന്നാ നീ ഒരു 10 ലക്ഷം രൂപ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ എവിടുന്ന് തരാനാ? എന്നാ നീ മിണ്ടാ നിക്ക്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാടാ. മോളെ, വീടും പറമ്പും വിൽക്കുന്നതിൽ നിന്നേക്കാളേറെ സങ്കടം ഞങ്ങൾക്കല്ലേ. ഇത് വാസുവേട്ടന്റെ തറവാട്ട് സ്വത്തല്ലേ. മറ്റൊരു ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ടാ ഞങ്ങൾ ഇത് വിൽക്കാൻ തീരുമാനിച്ചത്. നീ എതിരൊന്നും പറയരുത്. എന്താ മോളെ ഒരു മുന്നറിയിപ്പും കൂടാതെ? എന്താ ശ്യാമേ? എന്താ മോളെ, എന്തേലും പ്രശ്നമുണ്ടോ? എനിക്ക് പെട്ടെന്ന് നിങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. അനുവാദം ചോദിച്ചിട്ട് ഞാനിങ്ങി പോന്നു. അത്രേ ഉള്ളൂ. അതെ ശ്യാമേ, ശ്യാമേ, ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജയന്തി, എന്താ അച്ഛാ? ഒന്നുമില്ല മോളെ. അല്ല, എന്തോ ഉണ്ട്. എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. ഏട്ടാ, എന്താ കാര്യം പറ. നീ എന്നോട് ചോദിക്ക്, ഞാൻ പറയാം. ജയന്തി, എന്തിനാ കിടന്ന് അലറുന്നേ? സത്യം ഇവളും കൂടി അറിയട്ടെ. ഈ വീട്ടിലെ ഇവക്കും കൂടി അവകാശം ഉള്ളതല്ലേ? എന്താ ഏട്ടത്തി പറ. നിന്നോട് ഞാനേ വളരെ രഹസ്യമായിട്ട് പറയാം. ആരും കേക്കണ്ട. ഈ വീടും പറമ്പേ വിൽക്കാൻ പോവാ. വീടും പറമ്പും വിൽക്കാൻ പോവാണെന്നോ? വിറ്റിട്ട് കടത്തിണ്ണേല് പോയി കിടക്കാനുള്ള ഉദ്ദേശം. അച്ഛാ, നേരാണോ? നേരാണോ എന്ന് പറഞ്ഞാ പറ്റില്ല. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എഴുന്നേക്ക്. വേണ്ടമ്മേ. എന്താമ്മേ? ഇവന് നല്ല പനിയുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. മൃതേ, നോക്കട്ടെ. നല്ല ചൂടുണ്ട്. അഖി, ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട എടുത്തി, ഇതങ്ങ് മാറിക്കോളൂ. എങ്കിൽ തൽക്കാലം നമുക്ക് ഇവനൊരു പാരസെറ്റമോൾ കൊടുക്കാം. എന്നിട്ട് ആവി പിടിപ്പിക്കാം. പിന്നെ ചുക്കാപ്പിയും കൊടുക്കാം, നല്ല കുരുമുളക് ഇട്ടത്. കുറഞ്ഞില്ലെങ്കിൽ ബാക്കി അപ്പം നോക്കാമേ. ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാം. ഇത് പിണക്കപ്പനിയാണോടാ? പിണക്കപ്പനിയോ? വിരഹദുഃഖ പനിയെന്നും ഇതിനെ പറയും. കോവിഡ് പോലെ പകരുന്നൊരു പനിയാ ഇത്. ഓ എടുത്തി കളിയാക്കാതെ. കളിയാക്കിയതല്ലടാ.
സത്യത്തിൽ ശ്യാമ പോയതിന്റെ ദുഃഖത്തിലുണ്ടായ പനിയല്ലേ ഇത്? എന്താടാ മുഖം പെട്ടെന്ന് കറുത്തേ? എന്റെ അടുത്ത് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. എന്താക്കിയത്? ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാ. വാക്കുകൾ നീ സൂക്ഷിച്ചു ഉപയോഗിക്കണം. പറയുന്ന വാക്കുകൾ പിന്നീട് പിൻവലിക്കാൻ വലിയ പാടാ. ശ്യാമ അങ്ങനെ തെരുവ് തണ്ടി പെണ്ണൊന്നും അല്ല. അവളെ കുറിച്ച് പറയുമ്പോ എന്തിനാ ഇത്ര ചൂട്? അവള് ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിയന്റെ ഭാര്യ. ഞങ്ങൾ രണ്ടുപേരുടെ അനിയത്തിയാ. ഈ വീട്ടിലെ ഏറ്റവും ഇളയ മരുമകൾ കൂടിയാ. മരുമകള്? നിനക്കെന്താ എത്ര പുച്ഛം? ശ്യാമയ്ക്ക് നിന്നെ പോലെ തന്നെയുള്ള എല്ലാ അധികാരവും ഈ വീട്ടിലുണ്ട്. അരുൺ, മഴക്കുണ്ടാക്കാതെ. എടത്തി നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ശ്യാമ നിരപരാധിയാണെന്നാണ്. എന്റെ ഒരു സംശയം ഞാൻ പറയാം. അഖിയും ശ്യാമയും തമ്മിൽ കല്യാണം നടന്നതിൽ അസൂയയോ പകയോ ഒക്കെയുള്ള ചിലർ പുറത്തുണ്ട്. ഇവരെ തമ്മിൽ അകറ്റാൻ വേണ്ടി ആരൊക്കെ ചേർന്ന് കളിക്കുന്ന കളികളായിരിക്കാം ഇതെല്ലാം. അല്ല, ഇതെന്റെ സംശയം മാത്രമാണ്. കല്യാണം നടന്നു കഴിഞ്ഞു. അവര് ഭാര്യയും ഭർത്താക്കന്മാരുമായി. ഇനി എന്തിനാ അവരോട് പകയും വൈരാഗ്യവും? പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ സൂക്ഷിക്കാൻ ചില മനുഷ്യർക്ക് അങ്ങനെ വലിയ കാരണമൊന്നും വേണ്ട എടത്തി. അത് ചിലരുടെ ഒരു രോഗം കൂടിയാ. എല്ലാരും കൂടി അലക്കി വെളുപ്പിക്കുക ശ്യാമയെ. അലക്കി വെളുപ്പിക്കുന്നതേ അഴുക്ക് വസ്ത്രങ്ങളല്ലേ. ശ്യാമയെ അങ്ങനെ അലക്കിയെടുക്കാൻ അവൾ അഴുക്ക് കലർന്ന സ്വഭാവമുള്ള കുട്ടിയൊന്നുമല്ല. വെളുക്കെ ചിരിക്കുന്നവരുടെ ഉള്ളേ കറുത്തതായിരിക്കും. ദേ, ഈ പറഞ്ഞത് ശരിയാ. പക്ഷേ അതെല്ലാവരുടെ അല്ല, ചിലരുടെ. ആ പെണ്ണ് തകർത്തതേ അഖിയുടെ ജീവിതം മാത്രമല്ല, ഈ കുടുംബത്തിന്റെ അന്തസ് കൂടിയാ. അങ്ങനൊന്നും പറയരുത് ഐശ്വര്യ. അവളൊന്നും തകർത്തിട്ടില്ല. അവൾക്ക് ഒരേ ഒരു കുറവേ ഉള്ളൂ, പണമില്ല. അതൊരു കുറവാണെങ്കിൽ ആ പണമില്ലായ്മയാണ് അവളെ കള്ളിയാക്കുന്നത്. അവളെ വെറും കള്ളിയല്ല, പഠിച്ച കള്ളിയാ. ഡീ, നീ കണ്ടോ അവള് മോഷ്ടിക്കുന്നത്? അവൾ ആ ജഗനോടും മായയോടും പണം വാങ്ങിക്കുന്നത് ആക്കി കണ്ടതല്ലേ? അത് സത്യമല്ലെങ്കിലോ? അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെങ്കിലോ? നിങ്ങളോടല്ലേ പറഞ്ഞേ തർക്കം ഒഴിവാക്കാൻ? എടത്തി, അരുൺ, വെറുതെ വഴക്ക് വേണ്ട. ശ്യാമ നല്ല കുട്ടിയാണെന്ന് തന്നെയാ എന്റെ ഉറച്ച വിശ്വാസം. എന്റെ വിശ്വാസം എന്നെ വഞ്ചിക്കില്ല. അവള് സത്യം തെളിയിച്ചു വരട്ടെ. അതെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒന്നും കാത്തിരിക്കാനില്ല. പണത്തിനു വേണ്ടി ആ പെണ്ണ് എന്തും ചെയ്യും. ആഖിയെ കല്യാണം കഴിച്ചതും ഈ വീട്ടിലേക്ക് വന്നതും പണം മോഹിച്ചു തന്നെയാ. അതിന് യാതൊരു തർക്കവുമില്ല. മോളെ, ഇത്തിരി ഗുണ്ടായുസൊക്കെ കാണിക്കേണ്ടി വന്നു. എങ്കിലും എല്ലാ സത്യങ്ങളും തെളിഞ്ഞു. ശ്യാമയെ ചതിക്കാൻ കൂട്ടുനിന്ന് അവനോട് അങ്ങനെ ചെയ്താൽ പോരായിരുന്നു. എന്താ മോനെ നീ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, അരുന്ധതി മാഡം ജഗന്നാഥൻ സാറിനെ കൂട്ടുപിടിച്ച് എന്നെ ചതിക്കാൻ നോക്കിയതാ. ആരും തെറ്റിദ്ധരിച്ചു പോവും. അഖിൽ സാറും തെറ്റിദ്ധരിച്ചു. അതിന്റെ സത്യം ദേ ഞങ്ങൾ എല്ലാരോടും കണ്ടെത്തി. ഇതില് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചേ മോളെ, കൊണ്ടുവാ. ഞാൻ പറയാം. അഖിലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജഗന്നാഥൻ സാറ് മനഃപൂർവ്വ ശ്യാമയുടെ കയ്യിൽ ആ പണം ഏൽപ്പിച്ചത്. ശ്യാമയും അഖിലും തമ്മിലുള്ള കല്യാണത്തിന് ശ്യാമയ്ക്കോ ശ്യാമയുടെ വീട്ടുകാർക്കോ യാതൊരു പങ്കുമില്ല. അത് ജഗന്നാഥൻ സാറിന്റെയും മായ മേഡത്തിന്റെയും വസുന്ധര മേഡത്തോടുള്ള ഒരു പ്രതികാരമായിരുന്നു. ഇവിടെ ഉള്ളവരെല്ലാം എന്താ അവളുടെ വേലക്കാരിയാണോ? അവള് വരുന്നു കേൾക്കുമ്പോ തന്നെ ഇവിടെ വന്ന് നിൽക്കാൻ. ആ കുട്ടി അങ്ങനെയൊന്നും ചിന്തിക്കുന്നവളല്ല. ഇവിടെയുള്ളവരെല്ലാം അവളെ ഒരു സംശയത്തിന്റെ നിഴൽ നിർത്തിയിരിക്കുമല്ലേ. അക്കാര്യം എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും. അല്ലെങ്കിലും നിങ്ങളൊക്കെ എപ്പോഴും അവളെ ന്യായീകരിക്കാനാണല്ലോ ശ്രമിക്കുന്നേ. അമ്മേ, ഏതെങ്കിലും കാര്യത്തിൽ ഒരു ബലഹീനയാണെന്ന് കരുതി ഒരാളെ എപ്പോഴും ഇങ്ങനെ കുറ്റക്കാരിയാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിലും ഏതൊരു കാര്യത്തിലായാലും ശ്യാമയെ അന്ധമായി എതിർക്കലാണല്ലോ നിങ്ങളുടെ ഒരു രീതി. ഈ പ്രശ്നം നമുക്കിവിടെ നിർത്താം. ചിലർ അംഗീകരിക്കില്ലെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുന്ന വിഷയത്തെക്കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛാ, ആ മോള് വാ. ഈ അച്ഛനെ സന്തോഷിക്കാവുന്ന ഒരു വാർത്തയായിട്ടായിരിക്കില്ലേ മോള് വന്നിരിക്കുന്നത്? അതെ അച്ഛാ.
ഞാൻ നിരപരാധിയാണ്. അതിനുള്ള തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെരി ഗുഡ്. എനിക്കത് അറിയാമായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതാണ് നിന്റെ കോൾ വന്നതിന് ശേഷം ഇവരെല്ലാവരെയും ഞാൻ ഇവിടെ വിളിച്ചു നിർത്തിയിരിക്കുന്നത്. ഞാൻ ജഗൻ സാറിനോടോ മായ മാഡത്തിനോടോ കാശ് ചോദിച്ചിട്ടില്ല. ഞാനോ എന്റെ കുടുംബവും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദാ ഈ വീഡിയോയിലുണ്ടെല്ലാം. എല്ലാവരും ഇത് കാണണം. ഞാനൊരു കള്ളിയല്ലെന്ന് എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അഖിലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജഗന്നാഥൻ സാറ് മനഃപൂർവ്വ ശ്യാമയുടെ കയ്യിൽ ആ പണം ഏൽപ്പിച്ചത്. ശ്യാമയും അഖിലും തമ്മിലുള്ള കല്യാണത്തിന് ശ്യാമയ്ക്കോ ശ്യാമയുടെ വീട്ടുകാർക്കോ യാതൊരു പങ്കുമില്ല. അത് ജഗന്നാഥൻ സാറിന്റെ മായ മേഡത്തിന്റെയും വസുന്ധര മേഡത്തോടുള്ള ഒരു പ്രതികാരമായിരുന്നു. അങ്ങനെ ശ്യാമ അവളുടെ സത്യം തെളിയിച്ചിരിക്കുകയാണ്. അവൾ നിരപരാധിയാണെന്നുള്ള കാര്യം തെളിവുകൾ സഹിതം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നിരപരാധിയെ തെറ്റുകാരിയാക്കി നിർത്താനും കല്ലുവാരി എറിയാനും എല്ലാവർക്കും ഒന്ന് തിടുക്കായിരുന്നു. കല്യാണക്കാര്യത്തിൽ ജഗനും മായൻ നമ്മളോട് പ്രതികാരം ചെയ്തത് ഒരു നീതി ന്യായമാണ്. അതെ, അഖിൽ സാറിന്റെ മേളിൽ കാണുന്നില്ലല്ലോ. എവിടെ പോയി? അച്ഛാ, അഖിൽ സാർ എവിടെ പോയി? എനിക്കറിയില്ല അവൻ എവിടെ പോയെന്ന്. ഏട്ടാ, എന്നോട് അവൻ പറഞ്ഞിട്ടല്ല പോയത്. എനിക്കും അറിയില്ല അവൻ എവിടെയാ പോയെന്ന്. അച്ഛാ, എന്നാലും എന്നോടൊരു വാക്ക് പോലും പറയാതെ. നീ അവനോടൊരു വാക്ക് പറഞ്ഞിട്ടാണോ പോയത്? അല്ലല്ലോ. നോക്കണ്ട, അഖി ഇവിടെ ഇല്ല. അവൻ പോയ സ്ഥലമൊക്കെ എനിക്കറിയാം. എന്റെ മകൻ എന്നോട് പറയാതെ ഒരിടത്തേക്കും പോവില്ല. പിന്നെ നിന്നോട് പറഞ്ഞിട്ട് പോണ്ട കാര്യം അവനെന്താ? നീ ആ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. ഉണ്ടോ? അവൾ അഖിയെ അന്വേഷിച്ച് നടക്കുന്നു. ക്ലീൻ ഇമേജിലായി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയതാ അഖിയുടെ മുറിയിലേക്ക്. ചമ്മിപ്പോയി. ഒരു സത്യവതി. നമ്മുടെ പദ്ധതികളെല്ലാം അവള് പൊളിക്കുകയാണല്ലോ മോളെ. എന്തൊക്കെ നമ്മൾ ചെയ്താലും അവളെ ഏതോ ഒരു ശക്തി സംരക്ഷിക്കുകയാണല്ലോ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ മമ്മി. പഠിക്കുന്ന കാലം തൊട്ട് പഠിത്തത്തിലും കളിക്കളത്തിലും എല്ലാം അവളെന്നെ തോൽപ്പിച്ചു തുടങ്ങിയതാ. അവളെ സഹായിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാ. അവളുടെ ഒരു കൃഷ്ണൻ എന്റെ കാരുണ്യം കൊണ്ടാ അവറ്റകൾ ജീവിച്ചിരിക്കുന്ന തന്നെ. അല്ലെങ്കിൽ എന്നേ ആ അമ്പലവാസി തന്തയും ഭാര്യയും മക്കളും വിഷം കുടിച്ചോ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തേനെ. ഏത് സമയത്താണോ എന്തോ എനിക്ക് വേണ്ടി പാടാൻ അവളെ തീരുമാനിച്ചത്. അന്ന് തുടങ്ങിയ നാശം. എന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടോ? സമാധാനം പോയാലും എന്റെ മോള് ലോകം അറിയുന്ന പാട്ടുകാരിയായില്ലേ. ഇന്നും മറ്റുള്ളവരുടെ മുന്നിൽ നിനക്കുള്ള വില എന്താണെന്ന് അറിയാലോ. അയ്യോ, അഖിൽ സാർ. അഖിൽ സാർ ഇവിടെ ഇല്ലല്ലോ.
കൃഷ്ണ, അഖിൽ സാർ അവിടെ ഇല്ല. എവിടെയാണെങ്കിലും അവിടുന്ന് അഖിൽ സാറിനെ കാത്തുകൊള്ളണേ. ഒറ്റയ്ക്കായിരിക്കും. ഒരാപത്തും വരത്തില്ല എന്റെ ഭഗവാനെ. മുത്തശ്ശി ഇവിടെ വന്നു കയറിയ പിന്നെ ഇവിടെ ഫുൾ പോസിറ്റീവാ. എന്താ പറഞ്ഞേ, ഈ പിള്ളേര് പറയുന്നതൊക്കെ ശരിയാണോ? പിന്നെ 100% ശരിയാ. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം ബഷീർ എഴുതിയിട്ടുണ്ട്. അമ്മ വന്ന് കയറിയാൽ പിന്നെ ഇവിടെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നൊക്കെ പറയേണ്ടി വരും. നീ ഇരിക്ക. മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോഴേ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ അമ്മയുടെ ഈ മുഖമാ. ഏത് സമയം വളരെ പ്രസന്നമായിരിക്കും. കറക്റ്റ്. മുത്തശ്ശിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് സന്തോഷം മാത്രമല്ല, ഒരു ലേശ അഹങ്കാരം കൂടി ഉണ്ടാവില്ലേ എന്നൊരു സംശയമുണ്ട്. ആണോടി? പോടാ അവിടുന്ന്. അത് പിന്നെ ഏത് മക്കളുടെ ആഗ്രഹല്ലേ, അവരവരുടെ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് അല്ലേ? കുടിക്കാൻ എന്താ എടുക്കണ്ടേ മുത്തശ്ശി? കുടിയുടെയും കഴിയുടെയും ചുമതല മൂത്ത മരുമോളായ നിനക്കാണല്ലോ അല്ലേ? എന്തായാലും ഇപ്പൊ കുടിക്കാനും കഴിക്കാനും ഒന്നും വേണ്ട. എന്താ മോളെ ഐശ്വര്യ, നീ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നത്? എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? ഒന്നുമില്ല മുത്തശ്ശി, അവരോടൊക്കെ വർത്താനം പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി നിന്നതാ. ഒരു മുത്തശ്ശി തക്കം കിട്ടുമ്പോഴൊക്കെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഇവർക്ക് നേരമുള്ളൂ. നീ ഇപ്പൊ മനസ്സിൽ പറഞ്ഞത് ഞാൻ കേട്ടു. എന്താണ് നീ മനസ്സിൽ പറഞ്ഞതെന്ന് ഞാൻ ഇവരോടൊക്കെ പറയണോ? അയ്യോ വേണ്ട മുത്തശ്ശി. അതൊക്കെ പോട്ടെ, ഞാനൊരു തമാശ പറഞ്ഞതാ. എനിക്കതിലൊരു വിഷമവും ഇല്ല. അല്ല, ശ്യാമ എവിടെ? ഞാനിവിടെ ഉണ്ട് മുത്തശ്ശി. നീ എന്താ ഒതുങ്ങി മാറി നിൽക്കുന്നേ? ഇവിടെ നിനക്കാരെങ്കിലും ഐറ്റം കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ ശ്യാമ അല്ലെങ്കിൽ അങ്ങനെയാ അമ്മേ. ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയത്ത് പോലുമില്ല. അങ്ങനെ വേണം തറവാട്ടിലെ കുട്ടികള്. അടക്കവും ഒതുക്കവും ഐശ്വര്യവും സൽസ്വഭാവവും. മുത്തശ്ശി വന്നു അവിടെ പുകഴ്ത്താനും തുടങ്ങി. ഇത് ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, എനിക്കിത് തീരെ പിടിക്കുന്നില്ല. നീ സത്യത്തിൽ അമ്പലപ്രാവ് തന്നെയാ. പക്ഷേ കമ്പനിയുടെ ഉദ്ഘാടനം വൈകിക്കരുതെന്ന് അവന് വല്ലാത്ത നിർബന്ധം. അതാ അവൻ പറയാതെ പോയത്. വസുന്ധര അവന് വിടില്ലായിരുന്നു. പിന്നെ കുസൃതിയും തന്ത്രവും ഒക്കെ കാണിച്ച് അമ്മയെ പറ്റിക്കാൻ അവൻ മിടുക്കനാണല്ലോ. അവൻ മൈക്കെടുത്തപ്പോ വസുന്ധര അങ്ങ് സമ്മതിച്ചു. മോള് വിഷമിക്കണ്ട, കമ്പനിയുടെ ഉദ്ഘാടനം ഉടനെ നടക്കും. അന്നവൻ കൃത്യമായി തിരിച്ചെത്തും. തിരിച്ചെത്തണമല്ലോ, അവന്റെ അല്ലേ കമ്പനി. അഖിയുടെ ഈ കമ്പനിയുടെ ഉദ്ഘാടനം പ്രമാണിച്ച ഞാനും വന്നിരിക്കുന്നത്. ഇനി ആ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഞാനും തിരിച്ചു പോന്നുള്ളൂ. നിന്റെ ടെൻഷൻ കണ്ടേ ഈ കാര്യമൊക്കെ പറഞ്ഞേക്കാന്ന് കരുതിയ ഞാൻ നിന്നെ തിരക്കി വന്നത്. സന്തോഷായോ? സന്തോഷായി. ഐശ്വര്യ, എന്താ ഇവിടെ? വെറുതെ. ഇത് ശ്യാമയുടെ മുറിയല്ലേ? ഈ ഫോൺ ശ്യാമയുടേതല്ലേ? അതെ. അവളിവിടെ ഇല്ലാത്തപ്പോ ഈ മുറി കയറി എന്തിനാ ഫോൺ എടുത്തേ? അഖി ഇവിടെ ഇല്ലല്ലോ. ഈ ഫോൺ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ ആരുടെയോ നോക്കിയതാ. എന്തോ കള്ളത്തരമുണ്ട്. പ്രിയപ്പെട്ട അനുജന്റെ ഭാര്യ ചോദ്യം ചെയ്താ ഇവള് കുടുംബം നൽകുന്ന വേല വെച്ച് കളയും. വേണ്ട. വരാൻ കണ്ടൊരു നേരം. എന്തോ ചതിയൊപ്പിക്കാൻ വന്നതാ.
ശരി ശരി ഓക്കെ, ഞാൻ വിളിക്കാം. അരുണേ, ഏട്ടാ, ഞാൻ താമസിക്കാതെ തന്നെ കമ്പനിയിലേക്ക് പൊക്കോളാം. അത് പറയാനല്ലടാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. ഏട്ടൻ പറയുന്ന കാര്യം നീ വളരെ സമാധാനമായിട്ട് കേൾക്കണം. എന്താ ഏട്ടാ? വളരെ ശാന്തമായി നീ അത് കൈകാര്യം ചെയ്യണം. ഏട്ടൻ കാര്യം പറയേ. എടാ, ഞാനിപ്പോ അവിചാരിതമായിട്ടൊരു കാഴ്ച കണ്ടു. ഏട്ടാ, ശ്യാമയുടെ മൊബൈലിൽ എന്തെങ്കിലും തിരിമറി നടത്തി അവളെ കൊടുക്കാനുള്ള എന്തെങ്കിലും പ്ലാനുമായിട്ടായിരിക്കും ഐശ്വര്യ റൂമിലേക്ക് കയറിയത്. അതിലൊരു തർക്കമില്ല ഏട്ടാ. അതാ ഞാൻ പറഞ്ഞത്, ഇത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന്. ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചകളും ഒക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാ. മോളെ, മോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, നിങ്ങളുടെ ഈ കണ്ണീരും കയ്യും ഒക്കെ മാറാനുള്ള ഒരു പോംവഴിയാ. ഇങ്ങനെ നീട്ടിപ്പരത്തി കൊണ്ടുപോകാതെ നീ പോംവഴി പറ ജയന്തി. ഇവിടുത്തെ പെണ്ണിനെ കെട്ടിയിരിക്കുന്നത് ആയിരക്കണക്കിന് കോടികളുടെ ഉടമയായ ഒരാളുടെ മകനല്ലേ? അവരൊരു ദിവസം പിച്ച കൊടുക്കുന്ന കാശ ഈ 10 ലക്ഷം. ശ്യാമ അഖിലിനോട് ചോദിക്കട്ടെ, എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കടമുണ്ട്, അത് തരണം അഖിലേട്ടാന്ന് കേക്കേണ്ട താമസം. അവൻ അവന്റെ അച്ഛനോട് പറഞ്ഞ് 10 ലക്ഷത്തിന് പകരം ഒരു 10 കോടി നിങ്ങൾക്ക് പൊല്ല് പോലെ എറിഞ്ഞു തരും. അതിന്നൊരു 10 ലക്ഷം രൂപ കൊണ്ട് ചെന്ന് ആ അരുന്ധതിക്ക് കൊടുത്തിട്ടേ അവരുടെ ചെവിക്കുറ്റി നോക്കിട്ട് ഒരൊറ്റ ആടിയും കൊടുത്തിട്ട് ഇങ്ങ് പോര്. നമുക്കിവിടെ അവിടെ 2-3 കാറുകൾ മേടിച്ചിടാം. എന്തായാലും ഒരു കാർ എനിക്ക് മാത്രമായിട്ട്. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞങ്ങൾ അത്തരക്കാരൊന്നും അല്ല. മോളെ, ദാരിദ്ര്യം ബുദ്ധിമുട്ടും ഒക്കെ ഒരുപാടുണ്ട് മോളെ. എന്ന് വെച്ച് അഭിമാനം വിറ്റൊന്നും ജീവിച്ചിട്ടില്ല. ഈ ദുഃഖവും ദുരിതവും ഒക്കെ മാറുന്ന ഒരു ദിവസം വരും. വൈകാതെ തന്നെ. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. എന്തായി വർമ്മേ? എല്ലാരും ഇപ്പൊ വരുവമ്മേ. പിള്ളേര് വന്നല്ലോ. എന്താ പറയാം, എല്ലാരും ഇരിക്കേ. വാ മോളെ, ഇരിക്കേ. വാ. ശ്യാമേ, അവിടെ ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം തന്നെയാ. അഖില് പറയേണ്ട കാര്യമാണ്. അവൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു. വർമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സഹോദര സ്ഥാപനമായി അഖിൽ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സ് കമ്പനി തുടങ്ങുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പ്രത്യേകിച്ച് അത് ഡിസൈഡ് ചെയ്തതിൽ ആദിയുടെയും അരുണിന്റെയും പങ്ക് ചെറുതൊന്നുമല്ല. അഖിയുടെ ഡാർക്ക് ബ്ലൂ ഓർഗാനിക് ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ഉദ്ഘാടനം വളരെ വിപുലമായ രീതിയിൽ നാളെ നടത്താനാണ് നമ്മുടെ തീരുമാനം. അതിന്റെ അനന്തര കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് എല്ലാവരെയും ഇപ്പോൾ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അഖി ഉദ്ഘാടന സമയത്ത് ഇവിടെ തിരിച്ചെത്തും. ഈ കമ്പനി ആര് ഉദ്ഘാടനം ചെയ്യണം, അതിനെക്കുറിച്ചാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ബസ് പറയും, കമ്പനി ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം? അതിപ്പോ പ്രത്യേകിച്ച് തീരുമാനിക്കാനൊന്നുമില്ല. അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ. ഗുഡ്. എന്നാ ഈ ഉദ്ഘാടനം ആരെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കേ. അപ്പോ ഡാർക്ക് ബ്ലൂ ഓർഗാനിക് കമ്പനിയുടെ ഉദ്ഘാടനം ശ്രീമതി മേടയിൽ കോവിലത്തെ രുക്മിണി അമ്മ. അഖി നേരിട്ട് നടത്തുന്ന ബ്യൂട്ടി പ്രോഡക്റ്റ് കമ്പനിയാണ് ഡാർക്ക് ബ്ലൂ ഓർഗാനിക്. അഖിയുടെ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് അവന്റെ ഭാര്യ വീട്ടുകാരില്ലാതെ പറ്റുമോ? ആവശ്യമില്ലാത്തവരെ വിളിച്ച് ഈ ഉദ്ഘാടനം അലങ്കോലമാക്കാനാണോ ആനന്ദന്റെ ഉദ്ദേശം? ഉദ്ഘാടനം അലങ്കോലമാക്കാനോ? വളരെ വലിയ ആളുകളൊക്കെ വന്നെത്തുന്ന ചടങ്ങായി ഈ ഇനോഗ്രേഷൻ. അതിനിടയ്ക്ക് ഈ ലോ ക്ലാസ് ആളുകളൊക്കെ വിളിച്ച്. വസുന്ധരേ, നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അറപ്പും വെറുപ്പും ഉളവാക്കുന്നതാണ്. കൈവിട്ട അസ്ത്രവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാനാവില്ല. അത് ഓർമ്മ വേണം നിനക്ക്. അഖിയുടെ റിസപ്ഷന് ശ്യാമയുടെ വീട്ടുകാര് ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ ഓർത്തതുകൊണ്ടാ അമ്മ അങ്ങനെ പറഞ്ഞത്. എന്റെ കമ്മല് വരെ അതിലൊരുത്തി കക്കാൻ നോക്കിയില്ലേ? നിർത്ത്. അന്തസ്വാഭിജാത്യമൊക്കെ പറഞ്ഞു നടക്കുന്നവർക്ക് പ്രധാനമായും വേണ്ടത് നല്ല സംസ്കാരവും പൊതുമര്യാദയാണ്. അതിവിടെ ചിലർക്കില്ല. ഇവരുടെയൊക്കെ അടുത്തിരുന്നാൽ നമ്മുടെ മേലിന് ചെളി പറ്റും. വർമ്മേ, കുടുംബനാഥൻ നിങ്ങളാണ്. നിങ്ങളൊരു തീരുമാനം എടുക്ക്.
തീരുമാനം വളരെ മുമ്പേ എടുത്തു കഴിഞ്ഞു. ശ്യാമ എന്റെ ഇളയ മരുമകളാണ്. ആരും ഒബ്ജക്ട് ചെയ്താലും ആനന്ദവർമ്മയ്ക്ക് അത് വിഷയമല്ല. ഇനാഗുറേഷന് വാസുദേവനും കുടുംബം ഉണ്ടാവും. അനുപമ കൃപാനിധി, അഖില പാണ്ഡ്യവൻ ശാഖ്യ, ജനകദേവൻ ധർമ്മ രശ്മി ചൊരിയും നാളെ. അതെന്താണോ ഏട്ടതി? ഇതിന് മലയാള പാഠപുസ്തകത്തിലുള്ള ഒരു പാഠമാണ്. എനിക്കിതിന്റെ അർത്ഥം അറിഞ്ഞൂടാ, ഒന്ന് പറഞ്ഞു തരുമോ? നീ എന്തിനാടാ പഠിക്കാനെന്നും പറഞ്ഞു പോകുന്നേ? വേറെ എന്തേലും പണിക്ക് പോയിക്കൂടെ? ഇങ്ങോട്ട് തന്നെ. ആ, ഇത് മഹാകവിയുടെ ഖണ്ഡകാവ്യമാണല്ലോ. ഖണ്ഡകാവ്യമല്ല, ഖണ്ഡകാവ്യം. ആ, ഇതിന്റെ അർത്ഥം അറിയണമെന്നല്ലേ പറഞ്ഞേ? ആ, ബാ. അനുപമ കൃപാനിധി, അഖില ബാന്ധവൻ ശാഖ്യ, ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളെ. അതായത് അനുപമ കൃപാനിധി. അനുപമ ഈ റൂട്ടിലോടുന്ന ബസ്. കൃപാനിധി, ആ ബസ്സില് കൃപ എന്നും നിധി എന്നും പേരുള്ള 2 പിള്ളേര് കേറി. ജിനദേവൻ ധർമ്മരശ്മി. അപ്പോ ജിനദേവൻ എന്നു പേരുള്ള കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തു. ഇതില് പിന്നെ ധർമ്മരശ്മിക്ക് മാത്രം പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിടിക്ക്. എന്താണ് ചിരിക്കുന്നേ? ഇതൊന്നും അല്ല ഇതിന്റെ അർത്ഥം. ഞാൻ പഠിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അർത്ഥം. ഇതൊന്നും അല്ല. അല്ല, ഇങ്ങനെയാണ്. എന്താ ഇവിടെ ഒരു തർക്കം? ഏട്ടത്തിന് പഠിപ്പിക്കുകയായിരുന്നു. അയ്യോ, ഇവള് പഠിപ്പിച്ചെന്നു? എന്റെ അപ്പു, വെറുതെ മണ്ടത്തരൊന്നും കേട്ട് പഠിക്കല്ലേ. എടാ മോനെ, നീ ആ മാങ്ങ മേടയിലോട്ട് കൊടുക്ക. ആ ദേവി പോലെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വർമ്മ സാറ് അല്പം മുമ്പ് വിളിച്ചായിരുന്നു. എന്താ വാസുവേട്ടാ? അതായത് നമ്മുടെ മരുമോൻ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ കമ്പനി തുടങ്ങുന്നു. അതിന്റെ ഉദ്ഘാടനത്തിന് നമ്മളെല്ലാവരും ക്ഷണിക്കാനാ വിളിച്ചത്. എന്താ എല്ലാവരുടെ അഭിപ്രായം? പോകണോ വേണ്ടയോ? ഒന്നാമത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾക്ക് നമ്മൾ ആരും ചെല്ലുന്നത് ഇഷ്ടമല്ല, ശ്യാമയുടെ അമ്മായിയമ്മ വസുന്ധരയ്ക്ക്. രണ്ടാമത് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുവോ ഐശ്വര്യ. പിന്നെ അവിടെ പലരുടെയും കയ്യിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണുമ്പോ ഇവിടെ ചിലർക്ക് മോഹം ഉദിക്കും. എനിക്കിട്ട് തന്നെയാ. എടാ ചുമ്മാ വഴക്കുണ്ടാക്കാടാ, ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു. ഒരു കാര്യം ശരിയാ, ആ ഐശ്വര്യം ജയന്തിയും തമ്മിൽ കണ്ട കീരിയും പാമ്പുവാ. വെറുതെ കടിപിടി കൂടും. അതൊക്കെ അവർക്ക് വലിയ ശല്യാവും. ആ പിള്ളേരും വർമ്മസാറും ഒക്കെ വളരെ നല്ലവരാ. എന്തിനാ നമ്മളായിട്ട് അവർക്കൊരു തലവേദന ഉണ്ടാക്കുന്നത്? നീ എന്ത് പറയുന്നേ? അമ്മയുടെ അതേ അഭിപ്രായം തന്നെയാ എനിക്കും. നമുക്ക് പോണ്ടച്ചാ. പോകാതിരുന്ന അത് ശ്യാമയ്ക്കൊരു മാനക്കേടല്ലേ? പോയാലാണ് ശ്യാമയ്ക്ക് മാനക്കേട്. വെറുതെ ശ്യാമയുടെ ജീവിതം തകർക്കാൻ ആരും അങ്ങോട്ട് ചെല്ലരുതെന്ന എന്റെ വിനീതമായ അപേക്ഷ. ഇതും എനിക്കിട്ട് തന്നെയാ, എനിക്കിട്ട് മാത്രം. നമ്മൾ പോകുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുന്നു. ഞാൻ വർമ്മസാറിനെ വിളിച്ച് പറഞ്ഞേക്കാം കേട്ടോ. എന്താ മുത്തശ്ശി? ഇവൾ എന്തോ വേല ഒപ്പിച്ചിട്ടുണ്ട്. മുത്തശ്ശി അത് കയ്യോടെ പിടികൂടി. ഇന്നിവളുടെ അന്ത്യം കുറിക്കും. അമ്മേ, ഇവൾ എന്ത് മര്യാദയുടെ കാണിച്ചേ? അതെ, ഇവള് കാട്ടിക്കൂട്ടിയ വിക്രികളൊക്കെ ഞങ്ങളോടും പറയേ. ചിരിക്കാനാ. വിക്രിയ കാട്ടിയത് ഇവളല്ല, ഇവിടെയുള്ള വേറെ ചിലരാ. കുടുംബത്തിൽ അലങ്കോലം നടത്താൻ ശ്രമിക്കുന്ന അത്തരം ആളുകളുടെ പേരൊന്നും വിളിച്ചു പറഞ്ഞ് ഞാനായിട്ട് അവരെ ഒന്നും ആക്ഷേപിക്കുന്നില്ല. ചെയ്തവരാരാണെന്ന് അവരവർക്ക് തന്നെ അറിയാം. എന്നെ നോക്കണ്ട, ഞാനൊന്നുമല്ല. കോഴികെട്ടവന്റെ തലയില് കൂടെ ഉണ്ടാവുമല്ലോ. അമ്മേ, കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. കാര്യം പറയാൻ വർമ്മേ, നിങ്ങൾ ഈ വീടിന്റെ കുടുംബനാഥനാണ്. നിങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഇടപെടാൻ പല പരിമിതികളുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നു. അതെ, പ്രശ്നം എന്താന്ന് പറ. എന്താ മുത്തശ്ശി കാര്യം? കാര്യമൊന്ന് പറയും മുത്തശ്ശി. ഇവള് നിങ്ങളുടെ അനുജന്റെ ഭാര്യയല്ലേ? അതെ, അതിലെന്താ സംശയം? ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജന്റെ ഭാര്യ ശ്യാമ. മുത്തശ്ശി എന്താ അങ്ങനെ ചോദിച്ചത്? കാര്യമുണ്ടടാ.
ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ആരാ? അത് നമ്മുടെ അഖി. അതായത് ഈ നിൽക്കുന്ന ശ്യാമയുടെ ഭർത്താവിന്റെ കമ്പനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോ ഭർത്താവിന്റെ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് ഭാര്യ വരണ്ടെന്ന് ഓർഡർ. വിളിച്ചിട്ട് വെറുതെ അല്ലേ കിട്ടാത്തെ? അല്ല അവൻ തന്നെ അല്ലേ ഇത്? അഖിലേ എടാ, എടാ അഖിലേ, നിന്നെ ഞാൻ സമ്മതിച്ചു. നീ ഇത് ഏതു വഴിയാടാ വന്നേ? ഞാൻ ആഗമനത്തിലേക്ക് തന്നെയാ നോക്കി നിന്നത്. നീ ആഗമനത്തിലേക്ക് തന്നെയായിരിക്കും നോക്കിയത്. പക്ഷേ കണ്ണ് എന്നിലായിട്ടുണ്ടാവില്ല. ചുമ്മാ അപവാദം പറയല്ലടാ. അതിരിക്കട്ടെ, എവിടെയായിരുന്നു നീ ഇത്രയും നാള്? ഒരു വിവരമില്ലായിരുന്നല്ലോ. ഒന്നും പറയണ്ടാകില്ലേ, പള്ളിപ്പെരുന്നാളിൽ പെട്ടുപോയി. വെടിക്കെട്ടിന്റെ ചാർജ് എനിക്കായിരുന്നു. ഒരു ഡൈന മേളിലേക്ക് പൊങ്ങിപ്പോയി, അതേപോലെ താഴേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. അത് ചെന്ന് വീണതോ ആ പാറയിലെ തോമാച്ചന്റെ ബസിന്റെ മണ്ടയ്ക്കായിരുന്നു. ഡൈന പൊട്ടി, ഒപ്പം ബസും പൊട്ടി. അയ്യോ, ഇപ്പൊ അയാൾ എന്നെ പൊട്ടിക്കാൻ വേണ്ടി നടക്കുക. ഇപ്പൊ ഞാൻ ബസ് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ആരാ മോന്? അതേ, വീട്ടുകാരെ വേളാങ്കണ്ണിക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. എപ്പ പോക്കൂന്ന് അറിയത്തില്ല. കൊള്ളാം. താൻ എന്നോട് പറയാതെ ഒരു പോക്കങ്ങ് പോയില്ലേ? അതിനൊരു പകരം വീട്ടിയേക്കാന്ന് ഞാനും കരുതി. അത് അഖിൽ സാർ എന്നെ അവിശ്വസിച്ചില്ലേ, അതുകൊണ്ടാ. സാർ, ഞാനതിൽ നിരപരാധിയാണെന്നും എന്നെ അവരെ ചതിച്ചാണെന്നും എനിക്ക് തെളിയിക്കണമായിരുന്നു. സത്യം ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാനിപ്പോ കാണിച്ചു തരാം. ഏയ് ശ്യാമ, എനിക്ക് ആ വീഡിയോ ഒന്നും കാണണ്ട. സാറ് കാണണം. ഞാൻ സാറ് വരുന്നതും കാത്തിരിക്കായിരുന്നു ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി. എനിക്കതൊന്നും കാണണ്ട ശ്യാമേ. എനിക്ക് എന്റെ ശ്യാമയെ വിശ്വാസ. പിന്നെന്തിനാ സാറിനെ തെറ്റിദ്ധരിച്ചതും എന്നോട് മിണ്ടാതെ പോയതും? അതോ, അത് തന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു ചെറിയ നമ്പർ. അല്ല, അവരെല്ലാം ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തല്ലേ, അങ്ങോട്ട് പോണ്ടേ? സാർ അങ്ങോട്ട് പോയില്ലേ? ഇല്ല, എയർപോർട്ടിൽ നിന്നെ പിക്ക് ചെയ്യാൻ വന്നത് മൈക്കിളാ. അവനെ ഞാൻ മറ്റൊരു വണ്ടിക്ക് അങ്ങോട്ടേക്ക് അയച്ചു. ഒരു മിനിറ്റ്. സർ, ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ആരെന്നറിയോ? മുത്തശ്ശിയല്ലേ? അല്ല. പിന്നെ? ഞാന്. വെരി ഗുഡ്. വാ വാ വാ, എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി പോ. മുത്തശ്ശി, ഈ ശ്യാമയോട് അമ്മയും ഐശ്വര്യം കൂടി കാണിക്കുന്ന അവഗണന ഇത്തിരി കൂടുതലാ.
അതിലേ മുത്തശ്ശി ഇടപെട്ടേ പറ്റൂ. കർശനമായും അതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാനും അതിനെക്കുറിച്ച് പലതവണ ആലോചിച്ചിട്ടുണ്ട്. ഈ വസുന്ധര എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന്. അവള് പറയുന്ന പോലെ ശ്യാമ കുപ്പത്തൊട്ടിയിലൊന്നും ജനിച്ചൊരു പെൺകുട്ടിയല്ല. അവൾ ഒന്നാന്തരം നല്ല കുടുംബത്തിൽ പിറന്നതാ. ഈശ്വരാധീനം ഏറെയുള്ള കുട്ടിയാ. ശ്യാമയുടെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? ഞാനും അങ്ങനെ പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ശ്യാമയ്ക്കേ വെറും ഈശ്വരാധീനമല്ല, 33 ദേവതകളുടെയും അനുഗ്രഹമുണ്ട്. നിനക്ക് വല്ല വ്യവസ്ഥയോ വെള്ളിയാഴ്ചയോ ഉണ്ടോ? നീ 2 വള്ളത്തിലും കാലെടുത്ത് വെക്കുന്ന വ്യക്തിയല്ലേ. സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു അഭിപ്രായത്തിൽ നീ ഉറച്ചു നിൽക്കുവോ? ദേ വസുന്ധരയുടെ അമ്മേ, എന്റെ അഭിപ്രായം ഞാൻ എവിടെയും തുറന്നു പറയും. പിന്നെ ഇവിടെ പറയുന്നതിന് ഘടകവിരുദ്ധമായി നീ അവിടെ പറയും, അവിടെ പറയുന്നതിന് നേരെ എതിരെയായി ഇവിടെ പറയും. ചുമ്മാതെയല്ല നിന്നെ എല്ലാവരും കായംകുളം വാളെന്ന് വിളിക്കുന്നത്. നീ ഒരു കായംകുളം വാള് തന്നെയാ. അപ്പച്ചിക്ക് ആരെയും മുഷിപ്പിക്കാൻ താല്പര്യമില്ല, അതാ പ്രശ്നം. പക്ഷേ ഞാൻ ദേ ഇപ്പൊ ശ്യാമയുടെ കാര്യത്തിൽ പറഞ്ഞത് 100% ശരിയാ. ഇത്രയും സൽസ്വഭാവമുള്ളൊരു കുട്ടിയെ ഞാൻ എന്റെ ജന്മത്ത് കണ്ടിട്ടില്ല. ഇവിടെ അവളോട് കാണിക്കുന്ന ഈ അവഗണന ഇപ്പൊ തന്നെ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇടപെടും, ഉറപ്പായിട്ടും. അതിടപെടണം. നല്ല ഭാഗ്യമുള്ള പെൺകുട്ടിയാ. അതുകൊണ്ടാണല്ലോ അവക്ക് ഈ കുടുംബത്തിലേക്ക് വരാനുള്ള അവസരം ഉണ്ടായത്. ദേ വസുന്ധരയുടെ അമ്മേ, അമ്മയുടെ മുന്നിൽ മാത്രം ഞാൻ സത്യസന്ധയായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ശ്യാമ നമ്മുടെ വീട്ടിലെ പുണ്യമാ. അതാരെങ്കിലും അറിയുന്നുണ്ട്?